എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രനാണെങ്കിൽ ബാലചന്ദ്രൻ്റെ ഓരോ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് തുടങ്ങിയതാണ്, എനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. എനിക്ക് ഭാര്യ, മക്കൾ, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ്, അതുപോലെ വീട് എല്ലാം ഉണ്ട് എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഒന്നുമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആരും കൂടെ ഇല്ല, ഒറ്റയ്ക്കാണ് എന്നുള്ളതിലാണ് കേട്ടോ ബാലേന്ദ്രൻ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അലീനയും ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രൻ നല്ല ടെൻഷനിലും സങ്കടത്തിലുമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, അങ്കിൾ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്ത്, നമുക്കൊരു ചായയോ അല്ലെങ്കിൽ ഒരു സർബത്തോ കുടിച്ചിട്ട് പോവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്യും മനുവിനോട്. പിന്നീട് അവർ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് ബാലേന്ദ്രൻ അകത്തേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ മനു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അങ്കിളെ ഞാൻ എന്നെ ഇറങ്ങിയാലോ എന്ന് ചോദിക്കുക. അപ്പോൾ നിനക്ക് പോകാൻ ധൃതി ഉണ്ടോ എന്നാണ് കേട്ടോ ബാലേന്ദ്രൻ ചോദിക്കുന്നത് മനുവിനോട്. അപ്പോൾ എനിക്ക് പോയിട്ട് വർക്കുണ്ട്, അത് ചെയ്യണമെന്നല്ലോ എന്ന് പറയുമ്പോൾ എന്നാൽ നീ പോയിക്കോ എന്ന് പറയട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നതിന് താങ്ക്സ് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ അങ്കിൾ എല്ലാം നശിപ്പിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ലടാ, ഇങ്ങനെ തളർന്ന് കിടന്നവന് ഇങ്ങനെ ചിലപ്പോൾ അതിൻ്റെ ഭാരം എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷേ താങ്ങുന്നവന് ശരിക്കും അതിൻ്റെ ഭാരം അറിയാലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അകത്തേക്ക് അങ്ങ് പോവേ. മനു എന്തായാലും ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അലീനി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, മനുവേട്ടനൊരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ചായ കുടിക്കാൻ നിന്നാലേ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, അത് ഒരു മണിക്കൂറൊന്നും ചിലപ്പോൾ തികഞ്ഞില്ല എന്ന് വരും എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എന്താ എന്നോട് ഇത്രയും അധികം ഇങ്ങനെ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ നീ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുകയല്ലേ, രോഹിത്തിൻ്റെ പ്രശ്നം, ശരണ്യയുടെ പ്രശ്നം, അതുപോലെ ഇത്രയും പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയല്ലേ, പിന്നീട് ആവട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു, അതെല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇറങ്ങാം കേട്ടോ എന്ന് പറയും കേട്ടോ. അപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടന് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോയെന്ന്. അപ്പോൾ ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് അലീന പറയും കേട്ടോ. അപ്പോൾ ചെറിയൊരു നീരസൊക്കെ ഉണ്ട്, അതെന്താണെന്ന് പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് മനു യാത്ര പറഞ്ഞ് പോകും കേട്ടോ. കാറിൽ കയറിയിട്ട് പോകാൻ നേരത്തും ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ശിവൻ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സബ് ജയിലിൽ പോയ കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. രോഹിനെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനെ കണ്ടു, എന്താ അവൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് ജാമ്യം വേണ്ടാന്നൊക്കെയാണ് അവൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യേണ്ട കാര്യമൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അവൻ അങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, രോഹിത്തിന് ഹരീനെ പോലെ മനക്കരുത്തൊന്നുമില്ല, അവൻ ആകെ തളർന്നിരിക്കുകയാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ജയിലിലല്ലേ കിടക്കുന്നത്, അപ്പോൾ ആ ഒരു ഇതൊന്നും ആർക്കും ഉണ്ടാവില്ല, പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരങ്ങ് മറക്കും, എല്ലാം പോയി എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ അതൊക്കെ അങ്ങ് മറക്കും എന്നൊക്കെ ശിവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനും ആകെ നിരാശയിലും സങ്കടത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തളരാതെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനും രാജീവനും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എങ്ങനെ നോക്കാനുള്ളൊരു സമാധാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ പറയൂട്ടോ. അതുപോലെ തന്നെ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവനെ ഇവിടെ നിർത്തേണ്ട, വേറെ എവിടെയെങ്കിലും നിർത്താമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നമ്മുടെ ജില്ല വിട്ട് പോകാനൊന്നും അവർക്ക് പറ്റില്ല, അല്ലെങ്കിലും ഇനി അവരെ ദൂരത്തേക്ക് മാറ്റി താമസിപ്പിക്കാതെ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ കൺവെട്ടത്ത് നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇനിയും അവർ വഴി തെറ്റി പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് ഫോൺ വെക്കുന്നത്. ബാലേന്ദ്രനും പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മനസ്സിൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ കോള് കട്ട് ചെയ്യേ. അത് കഴിഞ്ഞ് കട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് ചെന്നിട്ട് രോഹിത്തിനെ കാണാൻ പോയിട്ട് രോഹിത്തിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, രോഹിത്തിനെ കണ്ടു, ഞങ്ങളാരും അവനെ കാണാൻ ചെന്നത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യത്തിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനേനെയും കൊണ്ടുപോയിട്ട് അവളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നതിൻ്റെ ദേഷ്യമായിരിക്കും രോഹിത്തിനെന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുമ്പോൾ അലീന എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അലീനയല്ല, അലീന ചേച്ചിയാണെന്ന് പറയും കേട്ടോ. അവളുടെ മുന്നിൽ തന്നെയാണ് അവൻ തല കുനിച്ച് നിൽക്കേണ്ടത്, അവൻ അവളോട് ചെയ്തത് എന്താണെന്നൊക്കെ നിനക്കും അറിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയും, അച്ഛൻ എന്തിനാ എപ്പോഴും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, അത് എനിക്കും രോഹിയേട്ടനൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മ ഉൾപ്പെടെ അവളെ അംഗീകരിക്കുന്ന ഒരു സമയം വരും എന്നൊക്കെ പറയുമ്പോൾ അതെന്തായാലും അമ്മയുടെ മരണം വരെ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ ബബിത പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തറിയാം, നീ വെറും ശിശു അല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് ആ ലെറ്റർ കയ്യിലേക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ, ഇതെന്താ ലെറ്ററോ നോക്കി. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, ഇത് രജിസ്റ്റർ ചെയ്താണ് വന്നിട്ടുണ്ടായിരുന്നത്, ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ അത് തുറന്ന് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് വൈജ അയച്ചതാണല്ലോ, ഡിവോഴ്സ് നോട്ടീസാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നോട്ടീസ് അയക്കുന്നുണ്ട് എന്നുള്ളത്, പക്ഷേ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തക്ക സമയത്ത് തന്നെയാണ് അവളിത് അയച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ.
അപ്പോൾ ബാലേന്ദ്രനോട് ബബിത ചോദിക്കും, അമ്മ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നുള്ളത് നേരത്തെ അച്ഛന് അറിയാവുന്ന കാര്യം തന്നെയായിരുന്നില്ലേ? അച്ഛനോടും അതുപോലെ തന്നെ കൊല്ലപ്പള്ളിക്കാരോടും അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷേ അത് ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബബിത ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചപ്പോൾ തൻ്റെ അമ്മ എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് അവളുടെ സംസാരം. അമ്മയ്ക്ക് നിങ്ങൾ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒന്നും ഒരു ചിന്തയില്ല, അവളുടെ കാര്യമാണ് വലുതെന്നൊക്കെ ബാലേന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയും, അമ്മ ഒരുപാട് സഹിച്ചില്ലേ ക്ഷമിച്ചില്ലേ എന്നൊക്കെ പറയേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മ ഒന്നും സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടുമില്ല, നിൻ്റെ അമ്മേനെ അവൾ ജനിക്കുന്നത് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ്, ആ എന്നോടാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ബബിത പറയുകയാണ്, അമ്മ ഇങ്ങനെ ഞാനും ജനിച്ചപ്പോൾ തൊട്ട് അമ്മേനെ കാണാൻ തുടങ്ങിയത് തന്നെയാണ്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമെന്ന് പറയുമ്പോൾ നിനക്കൊന്നും അറിയില്ല, എന്തായാലും കേസ് കുടുംബ കോടതിയിലേക്ക് വരട്ടെ, അപ്പോൾ എന്തായാലും ഞാൻ അവളെ തൊലി ഉരിച്ച് നിർത്തിക്കോളാം എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രനും പറയുന്നത്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തായാലും അച്ഛൻ ഇവിടുന്ന് അലീനേനെ പറഞ്ഞയക്കാൻ തയ്യാറല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് മുഴുമിപ്പിക്കാനൊന്നും ബാലേന്ദ്രൻ നിൽക്കുന്നില്ല കേട്ടോ. അലീനേനെ പറഞ്ഞയക്കാൻ തയ്യാറല്ല എന്ന് തന്നെ ഭയങ്കര ദേഷ്യത്തോടുകൂടി ബാലേന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ബബിത ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവേ, എന്നാൽ പിന്നെ ഇതന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും ബെഡിൽ അവിടെ ചെന്ന് കിടക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ബബിത താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് അലീന മുകളിലേക്ക് ബാലചന്ദ്രനുള്ള ചായയായിട്ട് കയറി വരുന്നത്. അപ്പോൾ മുകളിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ബാലേന്ദ്രൻ സംസാരിക്കുന്നതെല്ലാം അലീന കേട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചായ അവിടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, അച്ഛൻ എന്തിനാ ഇത്രയും ദേഷ്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരോട് ദേഷ്യം എന്നിങ്ങനെ ബാലേന്ദ്രൻ തിരിച്ച് അലീനയോടും ചോദിക്കും. അപ്പോൾ ഞാൻ കോണിപ്പടി കയറുമ്പോൾ അച്ഛൻ ഇവിടുന്ന് ഷൗട്ട് ചെയ്യുന്നത് കേട്ടല്ലോ, എന്തിനാ ഇത്രയും ദേഷ്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലരോട് ഇങ്ങനെ കാര്യങ്ങൾ അത്രയും ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പുതിയ പ്രശ്നം എന്ന് നോക്കുമ്പോൾ ആ ഡിവോഴ്സ് നോട്ടീസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അത് എടുത്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് അലീനയോട് പറയേ. അപ്പോൾ അലീന അത് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് ഞാനാണ് അയക്കേണ്ടത്, എന്നിട്ട് അതിന് പകരം അവൾ എനിക്കിത് അയച്ചിട്ട് എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, മാഡത്തിന് ഇതൊന്നും അറിയാതെ ചെയ്യുന്നതല്ലേ എന്ന്. അപ്പോൾ അവൾക്കൊന്നും അറിയാത്തതായിട്ടില്ല, അവൾ 23 വർഷം മുന്നേ പ്രസവിച്ച മകളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അത് അവൾക്ക് അറിയില്ല, അവളോടാണ് ഈ ഇങ്ങനെ വെല്ലുവിളി നടത്തുന്നതെന്നും അവൾക്ക് അറിയില്ല, അത് മാത്രമേ അവൾക്ക് അറിയാത്തതുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും കേസ് കുടുംബ കോടതിയിൽ എത്തട്ടെ, അപ്പോൾ ഞാൻ അവളെ അവിടെ തൊലി ഇരിച്ച് നിർത്തുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അലീനയോട് അച്ഛനിങ്ങനെ വിഷമിക്കാതെ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചായ ഒന്ന് കുടിക്കുമെന്ന് പറഞ്ഞിട്ട് അത് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് സമയം അവിടെ നിന്നിട്ട് ബാലേന്ദ്രനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നുണ്ട് അലീന. അത് കഴിഞ്ഞ് മനുവിനെ വിളിക്കുകയാണ് കേട്ടോ. മനു പുറത്ത് എവിടെയോ ആയിരുന്നു, കാറിലേക്ക് കയറാൻ വരുന്ന സമയത്താണ് കേട്ടോ അലീനയുടെ കോള്. അപ്പോൾ അലീന ഡിവോഴ്സ് നോട്ടീസ് ഇങ്ങനെ വൈജയന്തി അയച്ച കാര്യമൊക്കെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് മനു പറയും കേട്ടോ. അപ്പോൾ മനുവേട്ടന് ഇത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ആരോ ഇങ്ങനെ ആരോ പറഞ്ഞു, ആരാന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഗോവർദ്ധൻ അങ്കിളിനോട് ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗോവർദ്ധൻ അങ്കിളാണ് അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യം അറിയിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവശങ്കരൻ അങ്കിളിനോട് ഒന്ന് വന്ന് സംസാരിക്കാൻ പറയോ അച്ഛനോട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇങ്ങനെ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആഗ്ര മുതലുള്ള കാര്യങ്ങൾ പറയുന്നൊക്കെയാണ്, മാഡത്തിനെ തൊലി ഇരിച്ചു നിർത്തുന്നൊക്കെയാണ് പറഞ്ഞത്, അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു തോന്നുന്നില്ല എന്ന് മനു പറയുകയാണ് കേട്ടോ. അച്ഛൻ ഹരിയുടെ പ്രശ്നമായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്നാൽ രാജീവൻ അങ്കിളിനോടൊന്ന് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജീവൻ അങ്കിളും അതുപോലെ തന്നെ അച്ഛനും അത്ര സുഖത്തിലല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം കൊച്ചച്ഛനോട് എന്ന് പറയുന്നുണ്ട് കേട്ടോ മനു ആണെങ്കിലും. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് കോള് കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അലീനയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചു. അതുപോലെ തന്നെ മനു പറയുന്നുണ്ടായിരുന്നു, ഈ കാര്യം അറിഞ്ഞ ശേഷം അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ വൈജാൻറ്റീനോട് ഇങ്ങനെ സംസാരിക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ വൈജാൻറ്റീനെ തടയാൻ ആർക്കാ പറ്റുക, ആൻറ്റിക്ക് അല്ലെങ്കിലും ഇങ്ങനെ പുണ്ണിൽ എണ്ണ ഒഴിക്കുന്നത് പണ്ടേ മുതലുള്ള സ്വഭാവമാണല്ലോ എന്നൊക്കെ മനു പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും കൊച്ചച്ഛനോടൊന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മനു കോള് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കോള് കട്ട് ചെയ്ത ശേഷം അലീനയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, രാജീവൻ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ബബിത അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബബിതയോട് പറയുന്നുണ്ടായിരുന്നു, ബബിത എന്തെങ്കിലും കുനിഷ്ഠ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ രാജീവന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടുന്ന് ഒന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകാനൊന്നല്ല ഇങ്ങോട്ടേക്ക് വന്നത്, നിൻ്റെയൊക്കെ ജീവിതം എങ്ങനെയെങ്കിലും കോഞ്ഞാട്ടായി ആയി പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് സംസാരിക്കാൻ വന്നതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ബാലേന്ദ്രനാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ.
കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വൈജയനെ തൊലി ഉരിച്ച് നിർത്താൻ തന്നെയുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എവിടെ വരെ പോകുന്നു നോക്കട്ടെ. ഇതിൻ്റെ മറുവശത്ത് ഒരാളുണ്ടല്ലോ, സ്റ്റാൻലി ജോസഫ്, അയാൾ ജീവനോടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അയാളെ എന്തായാലും ഇവിടേക്ക് കൊണ്ടുവരും എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. പിന്നീട് വൈജയന്തിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോലും കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്